ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു ചെന്നായ കാട്ടിലൂടെ നടക്കുമ്പോൾ നിലത്തൊരു മനുഷ്യന്റെ തോൽ കിടക്കുന്നത് കണ്ടു. ആകാംക്ഷയോടെ അതവൻ എടുത്തു ധരിച്ചു. പെട്ടെന്ന് അവന്റെ രൂപം മാറി. അവൻ കാഴ്ചയിൽ ഒരു മനുഷ്യനെപ്പോലെയായി. വഴിയിൽ വെച്ച് നടന്നു പോവുകയായിരുന്ന ഒരാളെ കണ്ടപ്പോൾ അവൻ അയാളുടെ ചലനങ്ങൾ അതേപടി അനുകരിക്കാൻ തുടങ്ങി. അയാളെ പിന്തുടർന്ന് ചെന്നായ ഒരു വലിയ കമ്പനി കെട്ടിടത്തിലെത്തി. അബദ്ധവശാൽ ഇന്റർവ്യൂസ് നടക്കുന്ന ഒരു മുറിയിലേക്ക് അവൻ കയറിപ്പോയി. എന്തു പറയണം എന്നറിയാതെ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം അവൻ അതേപടി അനുകരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവന് ജോലി ലഭിച്ചു. അവന്റെ കഠിനാധ്വാനപരമായ മനോഭാവത്തിൽ സന്തുഷ്ടനായ മുതലാളി അവന് സ്ഥാനക്കയറ്റം നൽകുക പോലും ചെയ്തു. ക്രമേണ മനുഷ്യലോകത്തിലെ ജീവിതവുമായി ചെന്നായ ഇഴുകിച്ചേർന്നു. അവൻ ധാരാളം പണം സമ്പാദിച്ചു. ഒരു വലിയ വീട് വാങ്ങി ഒരു കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവന്റെ വന്യമായ സ്വഭാവം ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും അവന് പച്ചമാംസം കഴിക്കാനുള്ള ശക്തമായ ആഗ്രഹം തോന്നി. ഒരു ദിവസം അവൻ ഒരു പൂച്ചയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനെ തിന്നാനായിരുന്നു അവന്റെ പദ്ധതി. പക്ഷേ അത് അവന്റെ മകൾ കണ്ടു. സംശയം ഒഴിവാക്കാൻ ആ പൂച്ച ഒരു സമ്മാനമാണെന്ന് അവൻ അവളോട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജോലിസ്ഥലത്തെ ഒരു മീറ്റിംഗിനിടെ അവന് വിശപ്പ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ ഒരു സഹപ്രവർത്തകനെ ആക്രമിച്ചു. എല്ലാവരും ഭയന്നുപോയി അവനെ പിന്തുടരാൻ തുടങ്ങി. ചെന്നായ ഓടാൻ തുടങ്ങി. പക്ഷേ ഓട്ടത്തിനിടയിൽ മനുഷ്യന്റെ തോൽ പൊളിഞ്ഞു മാറാൻ തുടങ്ങി. അവന്റെ യഥാർത്ഥ ചെന്നായ രൂപം എല്ലാവരും കണ്ടു.